ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. ഇന്ത്യൻ നഗരങ്ങളെയും സൈനിക സംവിധാനങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ഇന്നലെ ആക്രമണം നടത്തിയതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. വിദേശകാര്യ മന്ത്രാലയവും സൈനിക വൃത്തങ്ങളും ന്യൂഡൽഹിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 36 ഇടങ്ങളിൽ 400ഓളം ഡ്രോണുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണ ശ്രമം ഇന്ത്യൻ സേന ചെറുത്തതായി കേണൽ സോഫിയ ഖുറേഷി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ 4 പ്രതിരോധ മേഖലകളിൽ ഇന്ത്യൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വ്യക്തമാക്കി. രാജ്യത്തെ സുരക്ഷാ സ്ഥിതിഗതികളും സായുധ സേനയുടെ തയ്യാറെടുപ്പുകളും വിലയിരുത്താൻ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ, കര, നാവിക, വ്യോമസേനാ മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് BSF, CISF, സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ബ്യൂറോ മേധാവികളുമായി യോഗം ചേർന്ന് സുരക്ഷാ സാഹചര്യം വിലയിരുത്തി. രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ സുരക്ഷയും അദ്ദേഹം അവലോകനം ചെയ്തു. രാജ്യത്തെ നിലവിലെ സാഹചര്യം അവശ്യ സേവനങ്ങളെ ഒരു വിധത്തിലും ബാധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ദേശീയ തലത്തിൽ സ്വീകരിച്ചു വരുന്നതായും കേന്ദ്രം വ്യക്തമാക്കി. ആരോഗ്യ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ഇന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു. ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും സൈബർ സുരക്ഷ വിലയിരുത്താൻ ധനമന്ത്രി നിർമ്മല സീതാരാമനും യോഗം വിളിച്ചു ചേർത്തു. രാജ്യത്ത് ATMകളും ഡിജിറ്റൽ പണമിടപാട് സംവിധാനങ്ങളും പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണെന്ന് പൊതുമേഖലാ ബാങ്കുകൾ വ്യക്തമാക്കി. മതിയായ ഇന്ധനശേഖരം രാജ്യത്തുണ്ടെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സൈനിക നടപടിയുടെ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീരിലും പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങി അതിർത്തി സംസ്ഥാനങ്ങളിലും ഇന്ത്യ ജാഗ്രത കർശനമാക്കി. പഞ്ചാബിലെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ യോഗം വിളിച്ചു. 9 ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ വാങ്ങി BSFുമായി ചേർന്ന് അതിർത്തി ജില്ലകളിൽ വിന്യസിക്കാൻ തീരുമാനിച്ചതായി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പറഞ്ഞു. രാജസ്ഥാനിൽ അതിർത്തി മേഖലയിലെ വിദ്യാലയങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അവധി പ്രഖ്യാപിച്ചു. ഗുജറാത്തിലെ കച്ച്, പത്താൻ, ബനസ്കന്ദ മേഖലകളിൽ കർശന സുരക്ഷയിലാണ്. വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ച് ബംഗ്ലാദേശ്. ടൊറന്റോ, ലണ്ടൻ, റോം എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് വിമാൻ ബംഗ്ലാദേശ് എയർലൈൻസ് പുനഃക്രമീകരിച്ചത്. പാകിസ്ഥാൻ വ്യോമാതിർത്തി ഒഴിവാക്കുന്നതിനായാണ് പുനഃക്രമീകരണം. പുതുക്കിയ ഷെഡ്യൂളുകൾ ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രാബല്യത്തിൽ തുടരുമെന്ന് വിമാന കമ്പനി ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി നാളെ മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരിപാടികളും മറ്റൊരു സമയത്തേക്ക് മാറ്റാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സംസ്ഥാന, ജില്ലാ തലങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്ത് നടത്തുന്ന മുഖാമുഖം പരിപാടികൾ, എന്റെ കേരളം പ്രദർശന വിപണന മേളകൾ, കലാപരിപാടികൾ തുടങ്ങിയവ മാറ്റിവച്ചിട്ടുണ്ട്. നിലവിൽ നടന്നുവരുന്ന പ്രദർശന വിപണന മേളകൾ നിശ്ചയിച്ച തീയതി വരെ തുടരും. എന്നാൽ കലാപരിപാടികൾ ഉണ്ടാവുകയില്ല. പാകിസ്ഥാന്റെ ഭീകരാക്രമണത്തിനെതിരെയും ഇന്ത്യൻ സൈന്യത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനായും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ നാളെ ചെന്നൈയിൽ റാലി നടത്തും. ഇന്ത്യൻ സൈന്യത്തിന് ഐക്യവും പിന്തുണയും പ്രകടിപ്പിക്കേണ്ട സമയമാണിതെന്ന് ശ്രീ സ്റ്റാലിൻ പ്രസ്താവനയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.5 വിജയശതമാനം. വിജയശതമാനം ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിലും കുറവ് തിരുവനന്തപുരത്തുമാണ്. 4,27,020 വിദ്യാർത്ഥികളാണ് ഇക്കുറി SSLC പരീക്ഷ എഴുതിയത്. ഇതിൽ 61,449 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 2,331 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചതായും പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. സേ പരീക്ഷ മെയ് 28 മുതൽ ജൂൺ 2 വരെ നടത്തും. മലപ്പുറത്ത് നിപ രോഗബാധിതയുടെ സമ്പർക്ക പട്ടികയിൽപ്പെട്ട 6 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ സ്ഥിരീകരിച്ച വളാഞ്ചേരി സ്വദേശിനി 42കാരി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. 12 കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 49 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗിയുടെ റൂട്ട് മാപ്പ് ഇന്ന് പുറത്തുവിട്ടു. ഈ വർഷത്തെ ഹജ്ജ് യാത്രയ്ക്കായുള്ള ഹജ്ജ് ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വിമാനത്താവളത്തിനോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന ഹജ്ജ് ഹൌസിന്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ശബരിമല സന്ദർശനം റദ്ദാക്കി. പോലീസ് ഇക്കാര്യം ദേവസ്വം ബോർഡിനെ അറിയിച്ചു. ശബരിമലയിൽ ഇടവമാസ പൂജയ്ക്ക് ഈ മാസം 18, 19 തീയതികളിൽ ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയതായി ദേവസ്വം ബോർഡ് അറിയിച്ചു. അംഗീകൃതമല്ലാത്തതും ഫ്രീക്വൻസി ലൈസൻസ് നിബന്ധനകൾ പാലിക്കാത്തതുമായ വോക്കി ടോക്കി ഉപകരണങ്ങൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കുന്നതിനെതിരെ നടപടി ആരംഭിച്ച കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഇത്തരം വയർലെസ് ഉപകരണങ്ങളുടെ ഉപയോഗം ദേശസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതാണെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.